ക്യാറ്റ്ലിസ് സ്കില്ലൊരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. നമസ്കാരം. ആരാണ് ദിമാഗി നക്സൽ? സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ട പ്രസംഗത്തിൽ എവിടെ നിന്ന് കിട്ടി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ദിമാഗി നക്സൽ? ദില്ലിയിലെ CJP സമരവും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുമൊക്കെ സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ ആണിക്കല്ല് വരെ ഇളക്കിയിട്ടുണ്ട്. അപകടം തിരിച്ചറിഞ്ഞു തന്നെയാണ് മോദിയുടെ 18ാം മടങ്ങ്. 2002 ഗുജറാത്ത് കലാപം ഓർമ്മയില്ലേ? അന്ന് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്നല്ലോ നരേന്ദ്രമോദി. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മോദിയെ മാറ്റണമെന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി പോലും ആവശ്യപ്പെട്ടു. പക്ഷേ നടന്നില്ല. മോദിയുടെ അപ്രതീക്ഷിത നീക്കങ്ങളിൽ വാജ്പേയിക്ക് പോലും തീരുമാനം മാറ്റേണ്ടി വന്നു. BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അന്ന് മോദി രാജ്യസന്നദ്ധത അറിയിച്ചു. പക്ഷേ മോദിയെ ആദ്യം തടഞ്ഞത് LK അദ്വാനിയാണ്. ശാസിക്കാനും രാജിവെപ്പിക്കാനും നീക്കങ്ങൾ നടത്തിയവർക്ക് മുന്നിലൂടെ ആ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നിന്ന് മോദി ഇറങ്ങിപ്പോയത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ നായക പദവിയും ഏറ്റുവാങ്ങിയാണ്. ആരും കാണാത്തത് കാണുകയും ആരും ചിന്തിക്കാത്തത് ചിന്തിക്കുകയും ചെയ്യുന്ന കൂർമ്മബുദ്ധിക്കാരനായ രാഷ്ട്രീയ നേതാവിൻ്റെ ദിമാഗി നക്സൽ പ്രയോഗത്തെ അതിനാൽ അത്ര നിസ്സാരമായി കാണാനാകില്ല. കേന്ദ്ര സർക്കാരിനെതിരെ എരിഞ്ഞു തുടങ്ങുന്ന യുവരോഷത്തെ പിളർത്താൻ മോദിയുടെ ദിമാഗി നക്സൽ തന്ത്രത്തിന് സാധിക്കുമോ എന്ന ചോദ്യത്തോടെയാണ് ഇത്തവണ നോട്ട് ദ പോയിന്റ് തുടങ്ങുന്നത്. ഒപ്പം കേന്ദ്രത്തെ വിറപ്പിക്കാൻ ജൻസികൾക്കൊപ്പം രാഹുൽ ഗാന്ധിക്കും സാധിക്കുന്നുണ്ട്. പറയാം. വെൽക്കം ടു നോട്ട് ദ പോയിന്റ്. जंगलों में हमें हथियारी नक्सलों का खात्मा बुलाने में, उस संकट से देश को मुक्त कराने में सफलता मिली है. लेकिन हथियारी नक्सल तो गए, लेकिन दिमागी नक्सल, ये दिमागी नक्सल मौके की तलाश में है. इन दिमागी नक्सलियों को पहचानना होगा. इन दिमागी नक्सलियों को आइसोलेट करना होगा. ആയുധധാരികളായ അപകടകാരികളായ നക്സലുകളെ അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ ഉന്മൂലനം ചെയ്തു. ഇനി അവശേഷിക്കുന്നത് ദിമാഗി നക്സലുകളാണ്. എന്നുവെച്ചാൽ തലയ്ക്കുള്ളിൽ നക്സൽ ചിന്തകളുമായി നടക്കുന്നവർ. അവരെയാണ് ഇനി ഒറ്റപ്പെടുത്തേണ്ടത്. അവരെയാണ് ഇനി ഉന്മൂലനം ചെയ്യേണ്ടത്. നോക്കൂ, പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവന നേരത്തെ അർബൻ നക്സലുകൾ എന്ന് പറഞ്ഞതുപോലെയല്ല. ആന്തോളൻ ജീവി, ആന്റി നാഷണൽ, ആസാദി ഗ്യാങ്, തുക്കട തുക്കട ഗ്യാങ്, ഖാൻ മാർക്കറ്റ് ഗ്യാങ് എന്നൊക്കെ പറഞ്ഞതുപോലെയല്ല. ഇതൊരു വലിയ നീക്കത്തിൻ്റെ തുടക്കമായിട്ട് തന്നെയാണ് മോദി അവതരിപ്പിക്കുന്നത്. 2014 ശേഷമുള്ള കഴിഞ്ഞ 12 വർഷത്തിൽ ഇതാദ്യമായി നരേന്ദ്രമോദിയുടെ സിംഹാസനത്തെ വിറപ്പിച്ച സമരമാണ് ദില്ലിയിൽ ജൻസികൾ നടത്തിയത്. യുവരോഷം തുടർന്നാൽ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ യാത്ര അത്ര എളുപ്പമാകില്ല എന്ന് മോദിക്ക് വളരെ വ്യക്തമായി അറിയാം. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ട പ്രസംഗത്തിൽ ദിമാഗി നക്സൽ ഉപയോഗിച്ച് തിരിച്ചടിച്ചത്. CJP സമരത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ എവിടെ തിരഞ്ഞാലും അധികം കാണില്ല. പോലീസ് അതിക്രമ ദൃശ്യങ്ങളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് പരമാവധി നീക്കിക്കഴിഞ്ഞു. ഇനിയുള്ള ലക്ഷ്യം കോക്രോച്ച് പാർട്ടിക്ക് പിന്നിൽ അണിനിരന്ന ജൻസി ഐക്യത്തെ പിളർത്തുക എന്നതാണ്. രാജ്യദ്രോഹികളും ദിമാഗി നക്സലുകളും ചേർന്നാണ് CJP സമരത്തെ അക്രമാസക്തമാക്കിയതെന്ന് BJP പ്രചരിപ്പിക്കുന്നു. CJP സ്ഥാപകനായ അഭിജിത് ദീപ്കെ ആം ആദ്മി പാർട്ടി പ്രവർത്തകനായിരുന്നു. രാജ്യത്തെ യുവാക്കളെ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മോദിയുടെ ദിമാഗി നക്സൽ പ്രയോഗത്തിന് തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ നടത്തുന്ന പ്രചരണങ്ങളാണിത്. മാത്രമല്ല, ദില്ലിയിലെ CJP സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചുപോയ യുവനേതാക്കളിൽ പലരും ഇന്ന് പോലീസ് നിരീക്ഷണത്തിലാണ്. പലരുടെയും വീടുകളിൽ പോലീസ് എത്തി. കുടുംബാംഗങ്ങളെ കൂടി ഭയപ്പെടുത്താനുള്ള നീക്കങ്ങൾ. നോക്കൂ, ദിമാഗി നക്സൽ എന്ന് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വിളിക്കുന്നത് ഈ രാജ്യത്തെ പൗരന്മാരെ തന്നെയാണ്. ആരാണ് ദിമാഗി നക്സൽ? തലച്ചോറിൽ നക്സൽ ചിന്തകളുമായി നടക്കുന്നവരാണ് കോക്രോച്ച് പാർട്ടി ഉണ്ടാക്കിയതും ജന്തർ മന്ദറിൽ സമരം ചെയ്തതും എന്നാണല്ലോ ആരോപണം. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു ജന്തർ മന്ദറിലെ സമരം? അത് കാലങ്ങളായി നടക്കുന്ന പരീക്ഷാ തട്ടിപ്പുകളിൽ മനം മടുത്ത വിദ്യാർത്ഥികളുടെ രോഷത്തിൽ നിന്നുണ്ടായ സമരമാണ്. നീറ്റ് പരീക്ഷാ പേപ്പർ തട്ടിപ്പ്, CBSE മൂല്യനിർണ്ണയത്തിലെ പിഴവുകൾ, മത്സര പരീക്ഷകളിൽ പലതും പ്രഹസനമെന്ന് രാജ്യത്തെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും തോന്നുന്നതിൻ്റെ ഉത്തരവാദി ആരാണ്? പരീക്ഷാ തട്ടിപ്പുകൾ തടയാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് സാധിക്കുന്നില്ല. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റൂ എന്ന് ആവശ്യപ്പെട്ടതാണോ പ്രതിഷേധക്കാരെ ദിമാഗി നക്സലുകളാക്കാൻ കാരണം? പരീക്ഷാ തട്ടിപ്പുകൾ തടയുക, രാജ്യത്ത് നീതി ഉറപ്പാക്കുക, തൊഴിലില്ലായ്മ പരിഹരിക്കുക, ഇതൊക്കെ ഈ രാജ്യത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളല്ലേ? അതിനുവേണ്ടി സമരം ചെയ്യുന്നവർ എങ്ങനെയാണ് ദിമാഗി നക്സലുകളാകുന്നത്? 2021
1 വർഷത്തിലധികം നീണ്ട കർഷകരുടെ സമരം ദില്ലിയിലെ സിംഗു അതിർത്തിയിൽ നടന്നു. സമരം ഒത്തുതീർപ്പാക്കാൻ വിവാദ കാർഷിക നിയമങ്ങൾ മോദി സർക്കാർ പിൻവലിച്ചു. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുമെന്ന ഉറപ്പ് അന്ന് സമരക്കാർക്ക് നൽകിയതാണ്. ഇതുവരെ താങ്ങുവില നിയമം കൊണ്ടുവന്നിട്ടില്ല. അന്ന് കർഷകർക്ക് നൽകിയ ഒരു വാഗ്ദാനവും നടപ്പാക്കിയില്ല. അമേരിക്ക, UK, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരിക്കുകയാണ് ഇന്ന് ഇന്ത്യ. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ ഉറപ്പായും ഉണ്ടാകും. രാജ്യത്ത് 56 കോടിയിലധികം തൊഴിലാളികളുണ്ട്. പല മേഖലകളിലും തൊഴിലെടുക്കുന്നവർ. ഇതിൽ 90% അസംഘടിത തൊഴിലാളി വർഗമാണ്. തൊഴിൽ കോഡ് നിയമങ്ങൾ കൊണ്ടുവന്നതിലൂടെ ഈ തൊഴിലാളികളുടെ ജീവിതവും അപകടത്തിലായി. രാജ്യത്തിൻ്റെ സാമ്പത്തിക നയം, വിദേശ നയം, വിദ്യാഭ്യാസ നയം, ഇതിലൊക്കെ ചോദ്യങ്ങൾ ഉയർത്താനുള്ള അവകാശം ഉറപ്പായും ഇന്ത്യയിലെ പൗരന്മാർക്കുണ്ട്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സർക്കാരിനെ വിമർശിക്കുന്നവരെ, സർക്കാരിനോട് ചോദ്യം ചോദിക്കുന്നവരെ ദിമാഗി നക്സലുകൾ എന്ന് വിളിച്ചതുകൊണ്ട് ചോദ്യങ്ങളും വിമർശനങ്ങളും അവസാനിക്കുന്നില്ല. 2014 ശേഷം പല സമരങ്ങളും അടിച്ചമർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന ജൻസി മുന്നേറ്റത്തെ അതേ രീതിയിൽ നേരിടാൻ സാധിക്കില്ല എന്ന് BJPക്ക് നന്നായി അറിയാം. യുവാക്കളോട് തർക്കിക്കാൻ പോകരുതെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. ദില്ലിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ നിന്നുള്ള സമരങ്ങളും അതിനെ പിന്തുണച്ചുള്ള ചിന്തകരുടെ നിലപാടുകളെയും പണ്ട് അർബൻ നക്സൽ, ആന്തോളൻ ജീവി പ്രയോഗങ്ങൾ കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടത്. പക്ഷേ ഇന്ന് യുവാക്കളുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ ദിമാഗി നക്സൽ പ്രയോഗം മോദി നടത്തുമ്പോൾ അത് ഉദ്ദേശിച്ച രീതിയിൽ എവിടെയും കൊണ്ടില്ല എന്നത് നോട്ട് ദ പോയിന്റ് എടുത്തു പറയുന്നു. പരിഹാസത്തോടെയാണ് ദിമാഗി നക്സൽ വിളിയെ യുവാക്കൾ സ്വീകരിച്ചതും കൈകാര്യം ചെയ്തത്. ഭീമ കോരേഗാവ് സംഘർഷത്തിന് പിന്നാലെ അർബൻ നക്സൽ ചിന്താധാരകളുടെ പേരിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു കേസിൽ പോലും ഇതുവരെ തുമ്പുണ്ടാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിച്ചില്ല. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്ന ക്രിസ്ത്യൻ പുരോഹിതൻ സ്റ്റാൻ സ്വാമി ഈ കേസിൽ ജയിലിൽ കിടന്നു മരിച്ചു. അതേസമയം രാഷ്ട്രീയ വിമർശനങ്ങളെ അടിച്ചൊതുക്കാനും ജനാധിപത്യത്തിൽ ഉയരുന്ന ചോദ്യങ്ങളെ ഇല്ലാതാക്കാനും ഭരണഘടന ഉയർത്തിപ്പിടിച്ച് ജൻസികൾ നടത്തിയ സമരത്തെ ദിമാഗി നക്സൽ പ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ മോദി സർക്കാരിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. CJP സമരത്തിൽ പങ്കെടുത്തവരെ, പിന്തുണച്ചവരെ, യുവത്വത്തെ 2 വിഭാഗമാക്കി പിരിക്കാനാണ് ദിമാഗി നക്സൽ പ്രയോഗത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘപരിവാറും ശ്രമിക്കുന്നത് എന്ന് നേരത്തെ പറഞ്ഞത്. ദിമാഗി നക്സൽ വലിയൊരു തമാശയായി മാറുമ്പോൾ ആ നീക്കം വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. CJP സമരത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ദില്ലി കേന്ദ്രീകരിച്ച് നടന്ന മറ്റൊരു രാഷ്ട്രീയ നീക്കമാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ കണ്ടത്. പെല്ലറ്റ് തോക്കുകൾ ഉപയോഗിച്ച് ജൂലൈ 20 യുവസമരത്തെ നേരിട്ടിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ പെല്ലറ്റ് തോക്കിൽ നിന്നുള്ള വെടിയേറ്റ് കാഴ്ച നഷ്ടപ്പെട്ട ചെറുപ്പക്കാരനൊപ്പമാണ് രാഹുൽ ഗാന്ധി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. കേസെടുക്കില്ലെന്ന് ആദ്യം പറഞ്ഞ ദില്ലി പോലീസ് 8 മണിക്കൂറിന് ശേഷം FIR രജിസ്റ്റർ ചെയ്തു. പോലീസിനെ കൊണ്ട് കേസെടുപ്പിക്കാൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ രാഹുൽ ഗാന്ധി കുത്തിയിരുന്നു. പരാജയപ്പെടുന്ന സമരങ്ങൾ മാത്രമാണ് കഴിഞ്ഞ 10 വർഷം കണ്ടതെങ്കിൽ വിജയിക്കുന്ന സമരങ്ങൾ കൂടി ദേശീയ തലത്തിൽ ഉണ്ടാകുന്നുവെന്നത് പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെറിയ കാര്യമല്ല. ये बेचारे जो पुलिस वाले हैं ये चाहते थे एफआईआर करना, वो वाले भी चाहते थे एफआईआर करना, बट ऊपर से न्याय की ब्रेक लगी हुई है. धन्यवाद. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ വലിയ പിന്തുണ ദില്ലിയിലെ ജൻസി പ്രക്ഷോഭത്തിന് ലഭിച്ചിട്ടുണ്ട്. സംഘടനാ സംവിധാനമില്ലാതെ ഇറങ്ങിയ കോക്രോച്ച് പാർട്ടിക്ക് സമര സംഘാടനം ഒരുക്കിയത് ഇടതുപക്ഷ സംഘടനകൾ തന്നെയാണ്. ഇവരെയാണ് മോദി പണ്ട് സമരജീവികൾ എന്ന് വിളിച്ചത്. എന്തിനും ഏതിനും സമരത്തിനിറങ്ങുന്നവർ. നോക്കൂ, ഐക്യത്തിന്റെ, മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു സന്ദേശം കൂടിയായിരുന്നു ദില്ലിയിലെ ജൻസി മുന്നേറ്റം. ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു വിഭാഗം ആളുകളെ ദിമാഗി നക്സൽ എന്ന് വിളിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് ജാതിമത ചിന്തകളില്ലാതെ ഒരു ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ച യുവമുന്നേറ്റത്തിന്റെ ആത്മവിശ്വാസത്തെ കൂടിയാണ്. സ്വാതന്ത്ര്യദിനത്തിലെ പ്രസംഗം ഒരു കാലത്തും പ്രധാനമന്ത്രിമാർ രാഷ്ട്രീയ പ്രസംഗമാക്കി മാറ്റാറില്ല. ചെങ്കോട്ടയിലെ പ്രസംഗം കക്ഷി രാഷ്ട്രീയ പ്രസംഗമായി മാറുന്നത് 2014 മോദിയുടെ വരവിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തുന്നത്? എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിമാർ ചെങ്കോട്ടയിൽ നിന്ന് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നെഹ്റു നടത്തിയത് ചെങ്കോട്ടയിൽ നിന്നായിരുന്നല്ലോ. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന് നെഹ്റു ചെങ്കോട്ട തിരഞ്ഞെടുത്തതിന് വലിയ കാരണമുണ്ട്.
ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ചെങ്കോട്ട സ്ഥിതി ചെയ്യുന്ന പഴയ ദില്ലിയിലെ ചാന്ദിനി ചൗക്ക്. ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ട് രാജ്യങ്ങളായി പിരിയുന്ന വിഭജന കാലം കൂടിയായിരുന്നു അത്. ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്ത കാലം. അന്ന് ഗാന്ധിജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന അബുൽ കലാം ആസാദ് ചെങ്കോട്ടയ്ക്ക് മുന്നിലെ ജമാ മസ്ജിദിന്റെ പടവിൽ നിന്നുകൊണ്ട് പലായനത്തിന് ഒരുങ്ങി നിന്ന മുസ്ലിങ്ങളെ തിരിച്ചു വിളിച്ചു. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മതേതര ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നെഹ്റു ചെങ്കോട്ടയിൽ നിന്ന് നടത്തിയത്. അതേ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദിമാഗി നക്സൽ പ്രയോഗവും ഉണ്ടായിരിക്കുന്നത്. हथियारी नक्सल तो गए, लेकिन दिमागी नक्सल, ये दिमागी नक्सल मौके की तलाश में है. 2002 ഗുജറാത്ത് കലാപത്തിന് ശേഷം ദേശീയ തലത്തിൽ BJPക്കുള്ളിൽ മോദി നടത്തിയ നീക്കങ്ങളെക്കുറിച്ചാണല്ലോ നോട്ട് ദ പോയിന്റ് പറഞ്ഞു തുടങ്ങിയത്. ഗുജറാത്ത് കലാപത്തിന് ശേഷം നടന്ന BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അതിനിശ്ചിതമായ വിമർശനമാണ് മോദിക്കെതിരെ ഉയർന്നത്. ആ വിമർശനങ്ങളെ വൈകാരികമായി മോദി സമീപിച്ചത് തൻ്റെ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ടായിരുന്നു. രാജിവെക്കാൻ ഉദ്ദേശിച്ചായിരുന്നില്ല മോദിയുടെ ആ നീക്കങ്ങളെന്ന് പിന്നീട് പല നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. വൈകാരികമായ മോദിയുടെ പ്രസംഗത്തിന് പിന്നാലെ മോദിയെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുഖമായി ഉയർത്തിക്കാട്ടാൻ LK അദ്വാനിയെ പോലുള്ള നേതാക്കൾ തന്നെ മുന്നിട്ടിറങ്ങി. മോദി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട AB വാജ്പേയി പോലും നിശബ്ദനായത് ഇതോടെയാണ്. 2004 പരാജയത്തിന് ശേഷം മോദിയെ രാജിവെപ്പിക്കാത്തത് വലിയ പിഴവായി പോയെന്ന് AB വാജ്പേയി പറഞ്ഞിട്ടുണ്ട്. BJPയിൽ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ഇടയിലൂടെ പൊരുതിയാണ് മോദി പ്രധാനമന്ത്രി പദവിയിലേക്കെത്തിയത്. 2012 മോദിയുടെ ഗുജറാത്ത് വിജയത്തിന് പിന്നാലെ മോദിയോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, പ്രധാനമന്ത്രി പദമാണോ അടുത്ത ലക്ഷ്യമെന്ന്. മോദി ആ മാധ്യമപ്രവർത്തകന് നൽകിയ മറുപടി ഇതായിരുന്നു: ഒരു സാധാരണ റിപ്പോർട്ടറായി തുടങ്ങി നിങ്ങളിപ്പോൾ എഡിറ്ററായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് തനിക്ക് പ്രധാനമന്ത്രിയാകുന്നതിൽ എന്താണ് തെറ്റ്? വലിയ ലക്ഷ്യങ്ങൾ എല്ലാ കാലത്തും മോദിക്ക് മുന്നിലുണ്ടായിരുന്നു. നോക്കൂ പ്രേക്ഷകരെ, 2014 മുതൽ 2019 വരെയുള്ള കാലം, 2019 മുതൽ 2024 വരെയുള്ള കാലം, ഈ 10 വർഷക്കാലം സംഘപരിവാർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഓരോന്നായി മോദി നടപ്പാക്കി. ജമ്മു കശ്മീരിൻ്റെ 370 അനുച്ഛേദം റദ്ദാക്കൽ, അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം, പല BJP സംസ്ഥാനങ്ങളും നടപ്പാക്കിയ ഏകീകൃത സിവിൽ കോഡ്, RSS ചിന്തകൾ ഉൾപ്പെടുന്ന ദേശീയ വിദ്യാഭ്യാസ നയം. ഇനി എല്ലാ കാലത്തും സംഘപരിവാർ രാഷ്ട്രീയത്തിന് കീഴിൽ മാത്രം രാജ്യത്തെ നിർത്താനുള്ള വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ തുടങ്ങുന്നത്. മണ്ഡല പുനർനിർണയത്തിനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ല് ഒരു തവണ പാർലമെന്റിൽ പരാജയപ്പെട്ടു. 2029 മുൻപ് ഏത് വിധേനയും ഈ ബില്ല് പാസാക്കാനുള്ള വലിയ നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പക്ഷേ അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു CJPയുടെ സമരം. CJP സമരം മോദിയെ ഭയപ്പെടുത്തിയതുപോലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും അല്ലാതെ നിന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെയും മറുകണ്ഠം ചാടാൻ ആലോചിച്ചു നിന്നവരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട്. ആ തിരിച്ചടികളെ പ്രതിരോധിക്കാനാണ് ദിമാഗി നക്സൽ പ്രയോഗവുമായി മോദി എത്തിയത്. പക്ഷേ മുൻകാലങ്ങളിലെ പോലെയല്ല, ഇത്തവണ അത് അത്ര ഏറ്റില്ല എന്ന് തന്നെ നോട്ട് ദ പോയിന്റ് ആവർത്തിച്ച് പറയുകയാണ്. അർബൻ നക്സൽ വിളി രാഷ്ട്രീയ രംഗത്ത് ഗൗരവമായി പലരും എടുത്തെങ്കിൽ ദിമാഗി നക്സൽ ഇന്നത്തെ വലിയ തമാശകളിലൊന്നായി മാറി. അത് ജൻസികളുടെ പുതിയ പരിഹാസ വാക്കായി കൂടി മാറി എന്നിടത്താണ് സംഘപരിവാറിന്റെ തന്ത്രങ്ങൾ പൊളിയുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ക്യാറ്റ്ലിസ് സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, 6 മാസ പഠനം, മികച്ച ജോലി.